വിജയണ്ണ, എന്റെ പൊന്ന് വിജയണ്ണ, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ വിജയണ്ണ. ഗോട്ട് നല്ല ജാക്കറ്റ് ജാനകിരാമൻ എന്നായിരുന്നു ഈ സിനിമയ്ക്ക് ഇടന്റെ പേര്. ആരുടെ പറഞ്ഞ ബീസ്റ്റും സുറയും കുരുവിയൊക്കെ ഉളപ്പടങ്ങൾ അതാ ഈ സാധനം ഒന്ന് കാണിച്ചു കൊടുക്ക്, അപ്പൊ മാറിക്കോളും സൂക്കേട്. എന്തോന്നടേ ഇത്? വിജയുടെ മിനി സൂപ്പർ മാർക്കറ്റ്. അച്ഛൻ വിജയ് താടി പഠിച്ചു, മകൻ വിജയ് മീശ പഠിച്ചു, വേറൊരു 10 വിജയ്. എന്നാൽ സാരിയും കൂടി ഉടുപ്പിച്ചിട്ട് നായികയും കൂടി ആക്കായിരുന്നല്ലോ, ദശാവതാരത്തിൽ കമലഹാസനൊക്കെ കാണിച്ച പോലെ. വി പി വെങ്കിട്ട് പ്രഭു എന്നടാ പന്നപ്പോര വി പി കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അണ്ണ ബിരിയാണി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരു കഞ്ഞി പ്രതീക്ഷിച്ചപ്പോ അത് അളിഞ്ഞ കഞ്ഞിയാണ് തന്നു വിട്ടിരിക്കുന്നത്. എന്താണ് മങ്കാത്ത ഓൺ സ്റ്റെറോയിഡ്സ് പറയുന്നത്, മങ്കാത്ത ഓൺ വീൽ ചെയർ എന്ന് വേണമെങ്കിൽ പറയും. സോ ഈ സിനിമയുടെ ഒരു സീൻ പോലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അത്ര 50 ലക്ഷം പടങ്ങൾ ഇതേ കഥ വന്നിട്ടുണ്ട്. ഒരു ട്വിസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 3 മണിക്കൂറാണ് എടുത്ത് വെച്ച് പണ്ടാരം തീരണ്ടേ. ആദ്യം ഒരു ചൂരലെടുക്കുക, പ്രേംജിയുടെ അതേപോലെ തന്നെ വൈഭവിന്റെ ചന്തി അങ്ങോട്ട് അടിച്ച് പൊളിക്കുക. ഒരുത്ത 1500 കോടി, വേറെ ഒരുത്തം വന്നിട്ട് ഗൂസ് ബംസ് ഓവർലോഡ്. വിജയുടെ ഒരു പടം കണ്ടിട്ട് ഇന്നേ വരെ ഗൂസ് ബംസും അതേപോലെ തന്നെ ഒരു കൂക്കലോ നിലവിളിയോ ഒന്നും ഇല്ലാത്ത സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് എങ്ങനെയാണ് എല്ലാവരും ഇരുന്ന് ചിരിക്കുകയാണ് അച്ഛനെയും മകനെയും കൂടി കാണുമ്പോൾ. പിന്നെ നമ്മുടെ വി പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വേറൊരു വില്ലൻ ഉണ്ട്. വേറെ വില്ലൻ വേറെ ആരുമല്ല, നമ്മുടെ യുവൻ ശങ്കർ രാജ തന്നെയാണ്. എടേ ഫൈറ്റിലെങ്കിലും ഒരു BGM പറയുന്ന സാധനം ഇട്ട് കൊടുക്കണ്ടേ? ഇത് എന്തോന്നടേ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റും കിടക്കുക ഞങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചിരുന്നോളാം, എന്തിനാ സിനിമ കാശ് കൊടുത്ത് പോയി കാണുന്നത്? പിന്നെ നമ്മുടെ ATS ആന്റി ടെറർ സ്ക്വാഡിലാണ് ഇവരൊക്കെ ഉള്ളത്. എല്ലാ കോമാളികളെയും എടുത്തു വെച്ചിട്ടുണ്ട് ആന്റി ടെറർ സ്ക്വാഡിൽ. പിന്നെ അണ്ണന്റെ സ്ഥിരം ഗിമിക്സ് പറയുന്ന സാർ ഐ ആം വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ ഒരു സാധനം പറയുന്ന മാത്രമില്ല, എന്തിനാ അതും കൂടി കൊണ്ടുവരായിരുന്നല്ലോ. സോ ഈ ഗിമിക്സ് കാണിക്കുന്നതിൽ നമുക്ക് വിജയം മാത്രം കുറ്റം പറഞ്ഞില്ല, ഇത് കാണിക്കുമ്പോൾ ഇപ്പോഴും ഇരുന്ന് കൈയടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഇതെടുത്ത് കാണിക്കുന്നത്. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ വിജയ് ഫാൻ ഗേൾ ആയി AGS എന്റർടൈൻമെന്റ്സ് അർച്ചന കൽപ്പാത്തിയാണ്. അങ്ങനത്തെ ഫാൻ ഗേൾസിനൊക്കെ ആദ്യം എടുത്ത് കളയും. ഇങ്ങനത്തെ കോമാളിത്തരൊക്കെയാണ് ഈ ഫാൻസ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടത്. സോ ഈ വെട്രിമാരനോ കാർത്തിക് സുബ്ബരാജോ സുധാ കൊങ്കരൊക്കെ വെച്ച് വിജയുടെ ഒരു പടം കണ്ടിട്ടൊന്ന് ചത്താ മതിയായിരുന്നു. സോ കമ്മിങ് ബാക്ക് ടു ദ മൂവി, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബ്ലഡി 30 acres ഓഫ് ലാൻഡ്. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് കെനിയിൽ ഒരു മിഷനാണ് കാണിക്കുന്നത്. ഇവർ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലുള്ള ആൾക്കാരാണല്ലോ. സോ ആ സമയത്ത് നമ്മുടെ വിജയ് അണ്ണന്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഞാൻ പറയാം ഇത്രയും വേസ്റ്റ് ഇൻട്രോ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതിനു മുമ്പ് നമ്മുടെ വിജയകാന്തിന്റെ ഒരു AI ഫേസ് കാണിക്കുന്നത്. സോ അത് കൊള്ളായിരുന്നു കേട്ടോ. സോ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവര് മിഷൻ സക്സസ് ആയല്ലോ. പാട്ട് സത്തം പത്താത് വിസിൽ പോഡ് പറഞ്ഞിട്ട് മറ്റേ വിസിൽ പോഡ് സോങ് അങ്ങോട്ട് ഇറക്കി വിട്ടു. ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലാവാത്തത്, വിസിൽ പോഡ് സോങ് മുമ്പ് ഇറക്കി വിട്ടപ്പോൾ പന്നയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിന്റെ വേറൊരു മോഡിഫൈഡ് വേർഷനാണ് തിയേറ്ററിൽ ഇറക്കിയത്. പാത്രമൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ. ഇത്രയും തല്ലിപ്പൊളി ഒരു പാട്ട് അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. സോ ഇതിൽ ഡാൻസിന് പറ്റിയ ഡാൻസും അതേപോലെ തന്നെ പാട്ടും തമ്മിൽ സിങ്ക് ആവണേ ഇല്ല. സോ VPയുടെ സിനിമയിലൊക്കെ കാസ്റ്റിംഗ് കിടിലനായിരിക്കും, മിസ്കാസ്റ്റിംഗ് പറയുന്ന സാധനം ഉണ്ടാവില്ല എന്നാണ് പറയുക. പ്രഭുദേവ, മറ്റേ നമ്മുടെ അജ്മൽ അമീർ, പ്രശാന്ത്, ലൈല, അതേപോലെ തന്നെ സ്നേഹ ഒക്കെ മിസ്കാസ്റ്റ് തന്നെയാണ്. യോഗി ബാബുവിനെ മറ്റേ തണ്ണിക്കാൻ പോട വന്ന പോലെ ഒരു സീനിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് വിടുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്നേഹ, വിജയുടെ ഭാര്യയാണ് സ്നേഹ, വിജയുടെ പേരാണ് ഗാന്ധി. സോ സ്നേഹയ്ക്ക് എന്നും സംശയമാണ് ഭർത്താവിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അഫെയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഗർഭിണിയായിരിക്കുന്ന ഭാര്യ തായ്ലൻഡ് മിഷനിൽ കൊണ്ടുപോകുമ്പോൾ ടൂർ കൊണ്ടുപോകണം, സെക്കൻഡ് ഹണിമൂൺ. സോ അവിടെ വെച്ചിട്ട് നമ്മുടെ വിജയുടെ മകനെ കാണാതാവുന്നു. മകനെ പിന്നീട് മകന്റെ ബാഗും തിങ്സും ഒക്കെ ആയിട്ട് ഒരു വണ്ടി കരിഞ്ഞ രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും അണ്ണ ഉറപ്പിച്ചു എന്റെ മകൻ മരിച്ചു. ATS ആന്റി ടെറർ സ്ക്വാഡിലുള്ള ആളാണ്, ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ്. അപ്പൊ തന്നെ അണ്ണൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. പിന്നെ വീണ്ടും നാട്ടിക്ക് വരുന്നത്. സോ 2008 പിന്നെ പ്രസന്റ് കാലഘട്ടമാണ് കാണിക്കുന്നത്. നമ്മുടെ സ്നേഹിയും അതേപോലെ വിജയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു, രണ്ടുപേരും വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. സോ ഇതിന്റെ ഇടയിൽ നമ്മുടെ അണ്ണനെ വീണ്ടും റഷ്യയിലേക്ക് ഒരു കാര്യത്തിന് വിടുന്ന സമയത്ത് നമ്മുടെ ഇളയ തളപതി വിജയിനെ അവിടെ കാണുകയാണ്. സോ നമ്മുടെ ഇളയ തളപതി വിജയ് ആ ഒരു ക്യാരക്ടർ ഇതിൽ കിട്ടില്ല ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അണ്ണൻ ഏതൊരു ഹാൻഡ്സ് വെച്ച പോലെയാണ്. മറ്റേ നമ്മുടെ അച്ഛൻ വിജയ്, ഗാന്ധി വിജയ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാക്കയ്ക്ക് ഇലക്ട്രിക് ലൈനിൽ ഷോക്ക് അടിച്ച പോലത്തെ ഒരു ഹെയർ സ്റ്റൈലും ജീവനില്ലാത്ത ഒരു അവസ്ഥയാണ് അണ്ണന്. അപ്പൊ ഇതൊക്കെ മകനെ കണ്ടപ്പോഴേക്കും മകനെ മടങ്ങി വരൂ പറഞ്ഞിട്ട് അച്ഛൻ വിജയ് മകന്റെ കാലിലൊക്കെ വീണിട്ട് വേഗം നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോഴേക്ക് അടുത്ത പാട്ട് എന്തൊക്കെ, അടുത്ത പാട്ട് മഴ പൊഴിയിറ 2-ാം നാളിൽ ജനുവരിയിൽ മാസില്ലൈ പറഞ്ഞിട്ട് ആ പാട്ട് അങ്ങോട്ട് തീർന്നു. സോ പാട്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ ഇളയ ദളപതി വിജയ് വന്നത് നമ്മുടെ ഗാന്ധി വിജയ് സ്വന്തം അച്ഛനെതിരെ റിവഞ്ച് എടുക്കാനാണ്. സോ പിന്നീട് ഇന്റർവെല്ലിൽ ഒരു കിഡിലൻ സീൻ ഉണ്ട്. സോ ഫസ്റ്റ് ഹാഫ് പറയുന്ന സാധനത്തിൽ ഒരു മെട്രോ സ്റ്റേഷനിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. അതേപോലെ വിജയ് കരയണ 1-2 സീൻ ഉണ്ട്. അത് മാത്രമേ നല്ലതുള്ളൂ. വേറൊക്കെ 2018 ഫ്ലഡ് ഉണ്ടായ സമയത്തേക്കാളും കൂടുതൽ ചളിയാണ്. ATS ആന്റി ടെറർ സ്ക്വാഡ് പറഞ്ഞിട്ട് കോമാളികളാണ് കംപ്ലീറ്റ് ഉള്ളത്. സോ സെക്കൻഡ് ഹാഫിൽ പോണ സമയത്ത് പിന്നീട് ഇവരെ ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഏജൻസിനെ നമ്മുടെ ഇളയ തളപതി വിജയ്. സോ ഇത് കണ്ടുപിടിക്കാൻ നടക്കുന്ന നമ്മുടെ ബ്രില്യന്റ് ആയിട്ടുള്ള ഗാന്ധി ഏജന്റ്.
സോ ഓരോരുത്തരെ കൊല്ലുമ്പോഴേക്ക് അടുത്ത പാട്ട്, സോ ഓരോരുത്തരെ ഒരുത്തർ മരിച്ചു കിടക്കുന്ന സമയത്ത് അടുത്തപ്പോഴേക്ക് നമ്മുടെ സ്വിങ് ഇറ്റ്, ഫീൽ ഇറ്റ്, ടച്ച് ഇറ്റ്, ആ പാട്ട് അങ്ങോട്ട് വന്നു. സോ പിന്നെ വേറെ ഒരുത്തിയെ കൊന്നപ്പോഴേക്കും മറ്റേ മട്ട സോങ് അങ്ങോട്ട് വന്നു. സോ മട്ട സോങ്ങിൽ നമ്മൾ തൃശ വന്നിട്ട് ഡാൻസ് ഉണ്ട്, പിന്നെ കിട്ടിലൻ ഡാൻസ് ആണ്. ആ ഒരു കാര്യം മാത്രമേ സെക്കൻഡ് ഹാഫിൽ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയുള്ളൂ. സോ സ്ക്രീൻ പ്ലേ ഒക്കെ ഗംഭീരമാണ്, ചട്ടപ്പട്ടാന്ന് പറഞ്ഞ അങ്ങോട്ട് തീരും പറയുന്ന വെച്ചാൽ ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് ഭേദമാണ്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നീട് പറയുന്ന സാധനം നമ്മുടെ ഇളയ ദളപതി വിജയ് വേഴ്സസ് ദളപതി വിജയ് പറയുന്ന സാധനം നമ്മുടെ ചെപ്പോക്ക് സ്റ്റേഡിയത്തില് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മാച്ച് നടക്കുമ്പോൾ കാണാം. ആ സമയത്ത് നമ്മുടെ അണ്ണൻ ലിങ്കയില് രജനീകാന്ത് പൾസർ കൊണ്ട് പാരച്ചൂട്ടിക്ക് ചാടുണ്ടല്ലോ, അതേപോലെ തന്നെ സ്റ്റേഡിയത്തിൽ ഒരു പവലിയന്റെ മുകളിൽ നിന്ന് വേറെ പവലിയന്റെ മുകളിലേക്ക് ചാടുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ മുകളിൽ കൂടെ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ഓടിച്ചു പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഈ സിനിമയുടെ മാത്രം ഒരു പ്രത്യേകത, നമ്മുടെ നെഞ്ഞത്ത് വടി കൊണ്ടാലും നമ്മുടെ നെറ്റിയിൽ ബുള്ളറ്റ് കൊണ്ടാലും നമ്മൾ ചാവില്ല. അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഭൂമിയിൽ വെച്ചിട്ടായിരിക്കില്ല, ചിലപ്പോൾ വേറെ വല്ല ഗ്രഹത്തിലും ആയതുകൊണ്ടായിരിക്കും. സോ എല്ലാം കഴിഞ്ഞു, പടം എല്ലാം കഴിഞ്ഞു, എല്ലാം റോബോട്ട് പോലെയാണ്. 10, 50 അടി 100 അടി കിട്ടിയാൽ ആരും മരിക്കുന്നില്ല. സിനിമയിൽ നമ്മൾ ബേസിക് ലോജിക്ക് പറയുന്ന സാധനം നോക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? സോ സിനിമ എല്ലാം കഴിഞ്ഞു പറഞ്ഞിട്ട് പിന്നെ അവരെ എൻഡ് ക്രെഡിറ്റിൽ ഒരു സീന് കാണിക്കുന്നുണ്ട്. എന്റെ മോനെ, ഇത് ദ വെങ്കിട്ട് പ്രഭു ഹീറോ ആണ് വെച്ചാൽ അടുത്ത് ദ വെങ്കിട്ട് പ്രഭു വില്ലൻ, നെറ്റിയിൽ ബുള്ളറ്റ് കൊണ്ടവനാണ് വീണ്ടും ജീവിച്ചു വന്ന് ഒരു ക്ലോണ് പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. ദ ഒറിജിനൽ ഗാങ്സ്റ്റർ, ദ ഗോട്ട് വേഴ്സസ് ഒറിജിനൽ ഗാങ്സ്റ്റർ ഗോട്ട് പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. സോ ഇതിൽ നമ്മുടെ ജയറാമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിനൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കോമാളി റോളിൽ അഭിനയിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആൾക്ക് കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിട്ടാണ് ആൾ പോയിട്ട് ഇങ്ങനത്തെ കോമാളി റോളിൽ അഭിനയിക്കുന്നത്. ലൈല ഒന്നിനും കൊള്ളാത്തൊരു അഭിനയമായിരുന്നു. പിന്നെ നമ്മുടെ സ്നേഹയൊക്കെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓവർ ആക്ട് ചെയ്യുന്നത് മനസ്സിലായി. സ്നേഹയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഓവർ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കരയിനൊക്കെ സീൻ ഉണ്ട്, അൺസഹിക്കബിൾ. പിന്നെ മീനാക്ഷി ചൗധരിയെ കൊണ്ടുവന്ന് നമ്മുടെ ഹീറോന് കണ്ണു തട്ടാതിരിക്കാൻ പാടത്ത് കോലം വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് വലിയൊരു ഹാർഡ് കോർ വിജയ് ഫാൻ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ഞാനൊരു ഹാർഡ് കോർ വിജയ് ഫാൻ ആണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായിരുന്നു. സോ ഇതിലും നല്ലത് ബീസ്റ്റ് ആണ് കേട്ടോ. ബീസ്റ്റിൽ BGM ഒക്കെ കിടിലൻ തന്നെയായിരുന്നു. സോ ആ ഒരു ഗൂസ് ബംസ് പറയുന്ന സാധനം മറ്റേ തിറത്തി പിടിക്കും വെടി പിടിക്കും പറഞ്ഞ പാട്ടൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇതിൽ ഒരു തേങ്ങയും തോന്നില്ല. ഒരു ജീവനില്ലാത്തൊരു സാധനം ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനാണ് വെച്ചാൽ അനാവശ്യ ഹൈപ്പ് പറയുന്ന സാധനം വേറെ കൊടുത്തിട്ടുണ്ട്. സ്വന്തം അനിയനെ കോമാളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ എന്തായാലും വെങ്കിട്ട് പ്രഭുവിന് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. സോ പ്രേംജി ഒരു പക്കാ കോമാളിയായിട്ട് റോൾ ഉണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് ബിലോ ആവറേജ് ആയിട്ടൊരു സിനിമയാണ് തോന്നുന്നത്. അതിലും വേറെ വല്ല വാക്കുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പറയും. ഇതുവരെ വിജയുടെ ഞാൻ കണ്ടില്ല, ഏറ്റവും കൂറപ്പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണാം.